ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭ്രാതൃസ്നേഹത്തിൻ്റെ മഹനീയമായ ഉദാഹരണമായി രാമായണം വാഴ്ത്തുന്ന കഥാപാത്രമാണ് സമ്പാതി. തൻ്റെ ജ്യേഷ്ഠനായ ജടായുവിൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്തെന്നില്ലാത്ത ആനന്ദാതിരേകം സമ്പാതിയിൽ ഉടലെടുക്കുകയാണ്. ആധുനിക കാലത്ത് സഹോദരന്മാർ തമ്മിൽ ഇவ்விധം സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണിത്. രാമായണം തന്നെ താരതമ്യ പഠനത്തിന് അവസരമൊരുക്കുന്നുണ്ട്. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധം, രാമലക്ഷ്മണന്മാർ തമ്മിലുള്ള ബന്ധം, ഭരതശത്രുഘ്നന്മാർ തമ്മിലുള്ള ബന്ധം, രാവണനും കുംഭകർണനും തമ്മിലുള്ള ബന്ധം നോക്കൂ, ഓരോന്നും ഓരോ വിധത്തിലാണ്. ഏറ്റവും മഹനീയമായ സ്നേഹത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകാൻ, കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാൻ നമുക്ക് സാധിക്കണം എന്ന് സമ്പാതി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതെ വയ്യ. സ്വസ്ഥനായി സമ്പാതി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ജരീ ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം. ഗൃധ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും. ക്ഷണാലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കു. വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാതി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു. ദിനകരരശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. ഞാനും അനുജനും തമ്മിൽ ചെറിയൊരു മത്സരം വയ്ക്കുകയാണ്. ആ മത്സരത്തിൻ്റെ പരിണതഫലമായി ഞങ്ങൾ പറന്ന് സൂര്യമണ്ഡലം വരെ എത്തി. സൂര്യകിരണങ്ങളുടെ ശക്തി കൊണ്ട് അനുജൻ്റെ ചിറകുകൾ കരിഞ്ഞ് അവൻ ജീവൻ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ചിറക് വിടർത്തി അവനെ കാത്തുരക്ഷിച്ചു. എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ താഴെ വീണുപോയി. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പോയത് എന്ന് സമ്പാതി പറയുകയാണ്. സ്നേഹം മഹാത്യാഗമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുവരികിലും സ്നേഹത്തിൽ നിന്ന് പിറകേക്ക് പോകാൻ ഒരു സഹോദരനും തയ്യാറാവരുത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ സന്നദ്ധനായി നിൽക്കുമ്പോഴാണ് അത് മഹാഭ്രാതൃസ്നേഹത്തിൻ്റെ പര്യായമായി മാറുന്നത്. ലക്ഷ്മണനെ നാം അങ്ങനെയാണ് രാമായണത്തിൽ കാണുന്നത്. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ, അന്ധനായി 3 ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ. ചെന്നേൻ നിശാകരതാപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു
പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമതിലാകാർ ആരകപ്പെട്ടതും. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധി. ജീവനത്തെ ധരിക്കേണ്ടുപായം ഇന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശൻ ആയരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ, ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ഈ ലോകത്തിലെ എല്ലാ ദുഃഖത്തിനും കാരണം ദേഹമാകുന്ന ഈ ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ക്ഷേത്രമാകുന്ന ഈ ഒരു ദേഹമാണ്. ദേഹത്തിലുള്ള അഹംബുദ്ധി കൊണ്ടാണ് മഹാമോഹങ്ങൾ മനസ്സിന് സംഭവിക്കുന്നതും അതൊടുവിൽ ദുഃഖത്തിലേക്ക് എത്തിച്ചേരുന്നതും. ദേഹത്തോടുള്ള ഈ ഒരു ഒട്ടലാണ് എല്ലാവിധ വ്യഥകൾക്കും കാരണം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് ദേഹബോധത്തെ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതം ധന്യമായി തീരും എന്നൊരു പാഠം നിശാകരമുനി പറഞ്ഞു കൊടുക്കുകയാണ്. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം, ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തത്തെ തപ്തമായുള്ളോരയപ്പിണ്ടവത്സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താമഹിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ. യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ. ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഹിന്ദുതൻ മണ്ഡലേ ചെന്നുപതിച്ചു. നീഹാരസമേതനായി ഭൂമ ഉപതിച്ചു. ശല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ പിന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നുരേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായുപരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകീ ഭവിച്ചാലതും പിന്നെ മില്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മില്ലവേ. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. ഇതിനകത്ത് ഒരു മനുഷ്യ ശിശു എങ്ങനെ വളർന്ന് വികസിക്കുന്നു, ഗർഭത്തിൽ എങ്ങനെയാണ് ഒരു ബീജം വളർന്ന് വികസിച്ച് മനുഷ്യരൂപമായി തീരുന്നത് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു വിവരണം സംഭവിച്ചിരിക്കുന്നു. അതൊക്കെ നമുക്ക് അത്ഭുതം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും? പേശീരുധിര പരിപ്ലുതമായി വരും ആശു തസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും
4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം പിന്നെ മേഡ്രോപസ്ഥനാഭിപായുക്കളും 7 മാസീ ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരക്കേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭൂക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജകർമ്മബനത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഠരാഗ്നി പ്രദവക്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. ഇത് ആദ്യത്തെ ജന്മമൊന്നുമല്ല. എത്രയോ തവണ ജനിച്ച് മരിച്ചിങ്ങനെ കടന്നു പോവുകയാണ് കാലചക്രത്തിലൂടെ. പലവിധ ജീവികളായി ജനിച്ചു മരിക്കുകയാണ്. നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമാർജിച്ചിതന്വഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചീലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭവൽ സ്തുതി തുടങ്ങിയിടിനാൻ 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യൂനിരന്ധ്രേണ പീഡാന്വിതം പാല്യമനോപി മാതാപിതാക്കന്മാരിൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പുറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു. ഈ ദേഹം തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണമായി വരുന്നത്. ഇതിനോടുള്ള അമിതമായ ഒട്ടലാണ് എല്ലാവിധ ദുഃഖത്തിനും കാരണമായി ഭവിക്കുന്നത്. പലവിധ ജന്മങ്ങളെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഒടുക്കം മനുഷ്യജന്മത്തിൽ എത്തിച്ചേരുന്നത്. ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ ജീവിക്കുന്നവർ വീണ്ടും വീണ്ടും സംസാര ചക്രത്തിൽ അകപ്പെട്ട് ജനിച്ചും മരിച്ചും കൊണ്ടേയിരിക്കും. അല്ലാതെ തത്വമറിഞ്ഞ് ജീവിക്കുന്ന ആൾ ഒരുപക്ഷെ ഒറ്റ ജന്മത്തോടെ മോക്ഷത്തെ കൈവല്യത്തെ പ്രാപിക്കും. ഗർഭവാസാദി ദുഃഖങ്ങളും സ്ഥൂല സൂക്ഷ്മാത്മക ദേഹമദ്വാൽ പരം മേലേ ഇരിപ്പതാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാത്മാനമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകുല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ
ദണ്ണകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർവിട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ, അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുത്ഭവിച്ചിടും അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ തൻ്റെ ജീവിതകഥ മുഴുവൻ വിസ്തരിച്ച് രാമസ്മരണയുണ്ടാകുമ്പോൾ ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ കരിഞ്ഞുപോയ ചിറകുകളുടെ സ്ഥാനത്ത് പുതിയ ചിറകുകൾ മുളച്ചു വരുന്ന ഒരവസ്ഥയാണ് സമ്പാദിക്കും ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വരനെ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ, ശരണാഗതിയടിയുമ്പോൾ ഈ ലോകത്തെനിക്ക് മറ്റാരുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു ബോധത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാതെ പുതിയൊരു ജന്മം ഉണ്ടാവുന്നു എന്ന് സമ്പാദി നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. നമുക്ക് അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം കളയുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന സന്ദർഭങ്ങളിലെല്ലാം എടുത്തുദ്ധരിക്കുന്ന വരികളാണിത്. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ശക്രതനയതനുജനാം അംഗദൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം, ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരെ വരും. 100 യോജന വിസ്തൃതിയുള്ള ഈ സമുദ്രത്തെ ചാടിക്കടക്കണം. ധാരാളം കപിവരന്മാരുണ്ട്, വലിയ കായിക ബലമുള്ളവരുണ്ട്, മനോബലമുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ ആരാണ് സമുദ്രം ചാടിക്കടക്കാൻ പോകുന്നത്? നിങ്ങൾ തന്നെ സ്വമേധയാ എന്നോട് വന്ന് പറയണം എന്ന് അംഗദൻ പറയാണ്. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമച്യുതാമുദ്യോഗപൂർവകം. ചാടാമിനിക്കു ദശയോജന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കപി. ഇങ്ങനെ ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 10 ചാടാം, അടുത്ത ആൾ പറയും ഞാൻ 20 ചാടാം, 30 ചാടാം എനിക്കെന്നപരനും, അപ്പടി 40 മറ്റേവനും, 50, 60, 70 80 ചാടാമെനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരേ നിർണയം. അങ്ങനെ 40, 50, 60, 70, 80, 90 വരെ ആളുണ്ട്. പക്ഷേ സമുദ്രത്തിൻ്റെ വിസ്തൃതി 100 യോജനയാണ്. കഴിയില്ല, നമ്മെക്കൊണ്ട് ആർക്കും കഴിയില്ല എന്ന് വാനരന്മാർ കരുതുകയാണ്. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധവും യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേ നിദാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാം. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകൾ ഓർത്തോളം അദ്ഭുതമെത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ.
അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയമിങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വരിയാണിത്. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ചാടാൻ കഴിയും, പക്ഷേ ഇങ്ങോട്ട് ചാടാൻ കഴിയില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്താണ് അതിലെ യുക്തി? മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ചാടുന്നത് ലങ്കയിലേക്ക്. അത് താഴോട്ടുള്ള ചാട്ടമാണ്. അത് ഒരുപക്ഷെ സാധ്യമാവും. പക്ഷേ താഴെ നിന്നും മുകളിലേക്ക് ചാടുക എന്നത് അത്ര എളുപ്പമല്ല. അതാണ് അതിലെ യുക്തി എന്ന് പറയുന്നത്. അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരിലേകനുമുണ്ടാമെന്നതേവരു ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂവയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ. ഇനിയൊരു രക്ഷയില്ല. അങ്ങോട്ട് ഞാൻ ചാടും, പക്ഷേ തിരിച്ചിങ്ങോട്ട് ചാടാനുള്ള കെൽപ്പെനിക്കില്ല. എന്നെ സഹായിക്കാനാണെങ്കിൽ ഇവിടെയുള്ള ആരും തയ്യാറാവുന്നുമില്ല. ആരും അങ്ങനെയുള്ളൊരു കപിവരനെ കാണാനും കഴിയുന്നില്ല. ഇനി മരിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് അംഗദൻ പറയുമ്പോഴാണ് ബ്രഹ്മപുത്രനായ ജാമ്പവാൻ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയാൽ തന്നോടു തുല്യൻ ബലവേഗമോക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലൻ. അഞ്ജനാഗർഭച്യുതനായ അവനീൽ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനരർ തമ്മൊടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവനങ്കുലീയം അതുമെന്തിനെന്നോർക്ക നീ. ലോകത്തിലെ ആദ്യത്തെ മോട്ടിവേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തൻ്റെ ബോധത്തെ മറന്ന് ഇതികർത്തവ്യതാമൂഢനായിരിക്കുന്ന ഹനുമാനെ നോക്കിക്കൊണ്ട് ജാമ്പവാൻ പറഞ്ഞ വാക്കുകളാണ് ഹനുമാനെ തൻ്റെ പൂർവ്വസ്മൃതി തിരിച്ചെടുക്കുന്നതിനും തൻ്റെ അസ്തിത്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും പ്രാപ്തനാക്കിയത്. അങ്ങനെ ഹനുമാനെ തൻ്റെ ആത്മബോധത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് താൻ ശക്തനാണെന്നുള്ള ബോധം വരുത്തിക്കൊടുത്ത് ഹനുമാനെ സമുദ്രലംഘനത്തിന് പ്രാപ്തനാക്കുകയാണ് ജാമ്പവാൻ. ഹനുമാൻ തൻ്റെ അസ്തിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. നോക്കിയേ, എന്നെക്കൊണ്ടൊന്നും വയ്യ, എനിക്ക് ആ കഴിവുകളൊന്നുമില്ല എന്ന് കരുതിയിരുന്ന മുഖം കുനിച്ചിരുന്ന ഹനുമാൻ
വളർന്ന് പർവ്വതാകാരനായി നിന്നുകൊണ്ട് പറയാണ്. ഒരു കയ്യിൽ രാവണൻ്റെ ലങ്കയും മറുകയിൽ ആ ത്രികൂടാചലം മുഴുവനും പറിച്ചെടുത്തുകൊണ്ട് ഞാനിതാ രാമൻ്റെ കാൽക്കൽ കൊണ്ട് വയ്ക്കും. എൻ്റെ കയ്യിൽ രാമൻ തന്ന അങ്കുലീയകമുണ്ട്, അത് എൻ്റെ ആത്മശക്തിക്ക് പ്രചോദനമാണ് എന്ന് ഹനുമാൻ പറയാണ്. ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നാം കൈവരിക്കുന്നത് ഈ ഒരു ആത്മബലമാണ്, ആത്മവിശ്വാസമാണ്. അതുണ്ടാക്കാൻ രാമായണ പാരായണവും നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ, പിന്നെയും ദേവിയെ കണ്ടു തിരിയേ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലു പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.